തൃശൂരിൽ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കാനെത്തിയവരെ കരുതൽ തടങ്കലിലെടുത്തു. രാമനിലയത്തിന് സമീപത്ത് നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സൂരജ് സജ്ജയാണ് തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. സൂരജ്, വീണ്ടും കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്പസമയത്തിന് മുൻപായിരുന്നല്ലോ നമ്മൾ മറ്റൊരു വാർത്തയും റിപ്പോർട്ട് ചെയ്തത്. ക്രിസ്റ്റിന, ഷാഫി പറമ്പിൽ MP മർദ്ദിച്ചു എന്നാരോപിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്നതിന് വേണ്ടി എത്തിയത്. രാമനിലയത്തിന് സമീപമുള്ള കാണുന്ന സാമ്രാട്ട് ഹോട്ടലിൽ ഇവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി 8:15 ഇറങ്ങുക, അതുവരെ ഇവിടെ തുടരുക, അതിനുശേഷം മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുക എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ലക്ഷ്യമിട്ടത്. പക്ഷേ ആ ലക്ഷ്യം പാലിച്ചുകൊണ്ട് പോലീസ് ഈ ഹോട്ടലിന് മുന്നിലെത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ജെറോൺ ജോൺ, അതോടൊപ്പം തന്നെ മിഥുൻ മോഹൻ, വിഷ്ണു ചന്ദ്രൻ, നെജിൽ എന്നിങ്ങനെ 4 പേരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ആദ്യഘട്ടത്തിൽ യുവമോർച്ച പ്രവർത്തകരായിട്ടുള്ള 5 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ക്രിസ്റ്റിന, പ്രവിധ. ശരി, സൂരജ് സജ്ജയാണ് വിശദാംശങ്ങളുമായി ചേർന്നുകൊണ്ടിരിക്കുന്നത്. സൂരജ്, കൂടുതൽ പ്രവർത്തകർ അവിടെ ഉണ്ടോ? എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ ഇപ്പോൾ? ക്രിസ്റ്റിന, സ്വാഭാവികമായും കൂടുതൽ ഇടങ്ങളിൽ പ്രതിഷേധം ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുള്ളതാണ്. യുവമോർച്ചയുടെ പ്രവർത്തകരടക്കം വിവിധ ഇടങ്ങളിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്നതിന് തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. മുഖ്യമന്ത്രി ഇവിടെ നിന്ന്, അതായത് രാമനിലയത്തിൽ നിന്ന് രാമവർമ്മപുരത്ത് പോലീസ് അക്കാദമിയിലെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് വലിയ പോലീസ് വിന്യാസമാണ് ഈ മുഖ്യമന്ത്രിയുടെ യാത്രയിൽ ഉടനീളം തൃശൂരിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയൊക്കെ മുഖ്യമന്ത്രി ക്യാമ്പ് ചെയ്യുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതാണ്. വലിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം എത്തിയാണ് ഇന്നലെ പ്രതിഷേധത്തെ നേരിട്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകുമെന്ന് പോലീസ് കണക്ക് കൂട്ടിയതാണ്. അതാണ് ഇത്തരത്തിലൊരു പ്രിവന്റീവ് അറസ്റ്റിലേക്കടക്കം കാര്യങ്ങൾ പോയിരിക്കുന്നത്. കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്തുള്ള സുരക്ഷാ വിന്യാസത്തിലേക്ക് പോലീസും പോയിട്ടുണ്ട്. ക്രിസ്റ്റിന. ശരി, സൂരജ് സജ്ജയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അല്പസമയം മുൻപാണ് യുവമോർച്ച പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ ഇതാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കസ്റ്റഡിയിലെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. തൃശൂരിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ സൂരജ് സജ്ജി നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.